ശ്രീ കെ സരുൺകുമാർ, മന്ത്രിമാരടക്കം മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നേരിടുന്നു എന്നുള്ളതാണ് LDFന്റെ തന്നെ വിലയിരുത്തൽ. അത് ഘടകകക്ഷികളുടേതാണ് എന്നിരുന്നാൽ പോലും പ്രതിപക്ഷ നേതാവ് സ്വന്തം മണ്ഡലത്തിൽ സേഫാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത് കേട്ടു. വലിയ മരങ്ങൾ കടപുഴകുമോ? എത്ര സീറ്റിൽ ജയിക്കുമെന്നാണ് LDF കരുതുന്നത്? ഏതായാലും ഇനി 2 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ. മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ചുള്ള വളരെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നത്. ഓരോ മണ്ഡലങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമെല്ലാം വിലയിരുത്തുമ്പോൾ മികച്ച ആകർഷകമായിട്ടുള്ള തുടർ ഭരണം മൂന്നാമത് തുടർച്ചയായിട്ട് കേരളം ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം കിട്ടുമെന്നും വ്യക്തതയോടെ തന്നെ ഭരണം തുടരുമെന്നും ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പുലർത്തിയ ആത്മവിശ്വാസം അതേ രൂപത്തിൽ തന്നെ ഞങ്ങൾ തുടരുകയാണ്. എക്സിറ്റ് പോള് പുറത്തു വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന സാഹചര്യമില്ല. അവസാനം 1-2 ചാനൽ റിപ്പോർട്ടുകളിൽ മാത്രമാണ് നേരിയ ഭൂരിപക്ഷം സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ധാരണ ഓരോ മണ്ഡലങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഏകദേശം 1% വോട്ടിന്റെ വ്യത്യാസത്തിൽ ഒരു 11 മണ്ഡലങ്ങളും 1.5% വോട്ടിന്റെ വ്യത്യാസത്തിൽ ഒരു 9 മണ്ഡലം, അങ്ങനെ ഒരു 20ഓളം മണ്ഡലങ്ങളിൽ വിധി പറഞ്ഞത് 3000 വോട്ടിൽ താഴെ വ്യത്യാസത്തിന് മാത്രമാണ്. അതിൽ വെറും 38 വോട്ടിന് വിജയിച്ച പെരിന്തൽമണ്ണ മുതൽ അങ്ങ് ഏകദേശം 3000 വോട്ടിന്റെ വ്യത്യാസത്തിലേക്ക് വന്ന പെരുമ്പാവൂർ വരെയുള്ള 20 മണ്ഡലങ്ങൾ എടുത്താൽ നമുക്കറിയാം ഇവിടെ ശക്തമായിട്ടുള്ള മത്സരം തന്നെ നടക്കുന്നുണ്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർ മത്സരിക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിലെല്ലാം വളരെ ചിട്ടയായിട്ടുള്ള ആകർഷകമായിട്ടുള്ള കരുത്തുറ്റ മത്സരം തന്നെയാണ്. അത് യാഥാർത്ഥ്യമെല്ലാം ഞങ്ങൾ പറഞ്ഞ കണക്കിൽ LDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ മണ്ഡലത്തിന്റെ കണക്കിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. പാർട്ടി കൃത്യമായി വിലയിരുത്തി ബൂത്തുകളിൽ നിന്ന് വരുന്ന ഓരോ പോളിംഗിന് ശേഷം ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ കൊടുക്കുന്ന കണക്കുകൾ പരിശോധിച്ച് അവ കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ മണ്ഡലത്തിന്റെയും വിജയസാധ്യത ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി അത് കൃത്യമായി വിലയിരുത്തിയിട്ട് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്നത് ഈ എക്സിറ്റ് പോളാണ്. പക്ഷെ എക്സിറ്റ് പോളിന്റെ ഒരു ആധികാരികതയും അതിന്റെ പഠന വിധേയമാക്കിയ വിഷയങ്ങളും അതിൽ എത്ര പേരുടെ സാമ്പിൾ എടുത്തു എന്നതിനെ കുറിച്ചുമെല്ലാം സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് മെച്ചപ്പെട്ട വിജയത്തിന് വേണ്ടി തന്നെ. സാധാരണഗതിയിൽ ശരിയാണ്, ഈ താഴെ ഘടകങ്ങളിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കണക്കനുസരിച്ച് തന്നെയാണ് ഒരു ഇലക്ഷന് ശേഷം CPM ഒരു കണക്ക് പറയാറ്. പക്ഷെ ഇത്തവണ അങ്ങനെ തന്നെ സംഭവിച്ചോ? ഇത്തവണ യഥാർത്ഥത്തിൽ ഈ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വന്ന കണക്കിൽ ഒരു 75 സീറ്റുകൾ എന്നുള്ളതായിരുന്നില്ലേ? അവിടെ നിന്ന് 90+ എന്ന കണക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നില്ലേ? ഒരിക്കലുമല്ല. അങ്ങനെ താഴെയിൽ നിന്ന് വരുന്ന കണക്ക് കൂട്ടിച്ചേർക്കുന്ന രീതിയൊന്നും CPM-നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഉറച്ച വിജയം, 100% വിജയം കിട്ടുന്ന സീറ്റുകൾ, അതേപോലെ തന്നെ വിജയത്തിലേക്ക് എത്താവുന്ന സീറ്റുകൾ, അതുപോലെ തന്നെ കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകൾ എന്ന രൂപത്തിൽ തന്നെയാണ് ഓരോ മണ്ഡലത്തെയും വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. പക്ഷേ താഴെയിൽ നിന്നും കിട്ടുന്ന കണക്ക്, അത് ആഫ്റ്റർ ഇലക്ഷന് ശേഷം കിട്ടുന്ന കണക്കെന്ന് പറഞ്ഞാൽ അത് പരമാവധി ആധികാരികമായിരിക്കും. കാരണം ഏറ്റവും ജനങ്ങളോട് അടുത്തു പ്രവർത്തിച്ച പ്രവർത്തകർ, ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾ കൂടിയിരുന്ന് പോളിംഗിന് ശേഷം കിട്ടുന്ന ഉറച്ച വോട്ടുകളിൽ പോലും ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല, ആശുപത്രി കേസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ചെയ്ത ഉറച്ച വോട്ടുകളിൽ നിന്ന് എടുക്കുന്ന കണക്കാണ്. ആ കണക്കുകൾ പ്രകാരം ഞങ്ങൾ കേരളം തുടർച്ചയായിട്ട് മൂന്നാമത് ഭരിക്കും എന്ന് തന്നെയാണ്. അതിൽ സീറ്റുകളുടെ എണ്ണമെല്ലാം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മേലെ പോകും, ഞങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് മാധു സജി.